ലോക്കൽ എക്കോണമി ബിസിനസ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം. എലോൺ മസ്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ തന്നെ കോടീശ്വരനായിട്ടുള്ള അദ്ദേഹം ഏറ്റവും മികച്ച ഒരു ബിസിനസ്സുകാരനാണ് എന്ന് മാത്രമല്ല, ഏറ്റവും അഗ്രസീവ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ചെയ്ത ഒരു അഗ്രസീവ് സ്ട്രാറ്റജി പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അദ്ദേഹം അമേരിക്കയിലെ ബിസിനസ്സുകാരെല്ലാം വിളിച്ചുകൂട്ടി എന്ന് മാത്രമല്ല, അവിടെയുള്ള എല്ലാ മീഡിയക്കാരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പുതിയ തരം ഒരു ട്രക്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു സേഫ്റ്റി ഏറ്റവും കൂടിയ ട്രക്കാണിത്. ഈ ട്രക്കിന് ഒരിക്കലും ഒന്നും സംഭവിക്കുകയില്ല. എത്ര അപകടം സംഭവിച്ചാലും ഈ ട്രക്കിന് അതിൻ്റെ അകത്തിരിക്കുന്ന ആളിനോ അതിൻ്റെ അകത്തുള്ള ലോഡിനോ ഒന്നും തന്നെ കേടുപാടുകൾ സംഭവിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം ആ തെളിയിക്കാനായി ഒരു ചുറ്റിലെടുത്തു. എന്നിട്ട് നേരെ വന്ന് ആ ട്രക്കിൻ്റെ കണ്ണാടി നോക്കി ആഞ്ഞടിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ആ കണ്ണാടി പൊട്ടി വീണു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന പത്രക്കാരും ബിസിനസ്സുകാരും ആകെ അസ്വസ്ഥരായി. എന്ന് മാത്രമല്ല, ഒരാഴ്ച കൊണ്ട് ലോകം മുഴുവനും വലിയ ചർച്ചയായി. എലോൺ മസ്ക് കണ്ടുപിടിച്ച സേഫ്റ്റി ട്രക്കിന് വളരെ ഫെയിലിയറായി എന്നുള്ള കാര്യം. പക്ഷെ അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അതേ സദസ്സ് വീണ്ടും വിളിച്ചുകൂട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു സേഫ്റ്റി ട്രക്ക് 5 വർഷത്തിനകം കണ്ടുപിടിക്കും എന്ന്. അത് താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ബുക്ക് ചെയ്യാം. കേവലം $100 നൽകിയാണ് അത് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. പക്ഷെ ഇങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പൈസ തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം അദ്ദേഹം ഓർമ്മിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഇത് വലിയ ചർച്ചയായി, ആകാംക്ഷയായി നൽകിയാണ് അത് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. പക്ഷെ ഇങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പൈസ തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം അദ്ദേഹം ഓർമ്മിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഇത് വലിയ ചർച്ചയായി, ആകാംക്ഷയായി. ഒരു ട്രക്കിന് വെറും $100 കൊടുത്താൽ തന്നെ ലഭിക്കുമെന്നുള്ള കാര്യം അത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അങ്ങനെ 1,77,000 പേർ $100 നൽകി ആ ട്രക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നൽകി. ഒന്ന് ആലോചിച്ച് നോക്കണം. കേവലം ഒരു ട്രക്കിന് വേണ്ടിയിട്ട് 1,77,000 പേർ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തി എന്നുള്ള കാര്യം. അത് ഒരു പുതിയൊരു സ്ട്രാറ്റജി ആയിരുന്നു. ലോകം ഇന്നുവരെ കാണാത്ത ഒരു പുതിയ രീതിയായിരുന്നു. അതായത് പ്രോഡക്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് 5 വർഷത്തിന് മുമ്പ് അതിൻ്റെ അഡ്വാൻസ് നൽകുക എന്നുള്ള കാര്യം. ഇത് നമുക്കെല്ലാവർക്കും ബിസിനസ്സുകാർക്കൊക്കെ സമൃദ്ധമായി ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിലൊന്നാണ്. ഇതിനെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് നമ്മുടെ പ്രോഡക്റ്റിൽ നമുക്കിതെങ്ങനെ നടപ്പിലാക്കാമെന്ന് ചിന്തിക്കണം. താങ്ക് യു ഓൾ ഓഫ് യു.